ഡൊണാൾഡ് ട്രംപ് ഒരു ഫാസിസ്റ്റ് ഏകാധിപതിയാണെന്ന് അമേരിക്കൻ ഇടതുപക്ഷം. താനല്ല, നിങ്ങളാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകളെന്നും ഡൊണാൾഡ് ട്രംപും. ഞാനാണ് ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ ജനാധിപത്യവാദി എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇതിനെല്ലാം കാരണമായത് അവിടുത്തെ പ്രമുഖ അമേരിക്കൻ ടെലിവിഷൻ നെറ്റ്വർക്ക് ആയിട്ടുള്ള ABC-യിലെ അവരുടെ ജനപ്രിയ ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ ആയിട്ടുള്ള ജിമ്മി കിമ്മൽ ലൈവ് അനിശ്ചിതകാലത്തേക്ക് വിലക്കിയിരിക്കുകയാണ്. വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെക്കുറിച്ചും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ജിമ്മി കിമ്മൽ നടത്തിയ പരിഹാസങ്ങളും വിവാദ പരാമർശങ്ങളുമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. ഒരു പ്രശസ്തമായിട്ടുള്ള TV ഷോയ്ക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്ക് അമേരിക്കൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടന്നുകയറ്റമാണ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം. 2025 സെപ്റ്റംബർ 10 യൂട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗത്തിനിടെ വലതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുന്നതാണ് സംഭവങ്ങളുടെ തുടക്കം. നമുക്കറിയാം, ചാർലി കിർക്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു വലം കൈയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു വലതുപക്ഷ പ്രവർത്തകനാണ്. ട്രംപിനോട് വളരെ ആനുകൂല്യം അടുപ്പം കാണിച്ചിട്ടുള്ള ഒരു വലതുപക്ഷ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇദ്ദേഹത്തിന് 2 കുട്ടികളും, ഇദ്ദേഹം വിവാഹിതനാണ്. 2 കുട്ടികളുമുണ്ട്. ഒരു മകനും ഒരു മകളുമുണ്ട്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇദ്ദേഹം വലതുപക്ഷ പ്രവർത്തകനാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഒരു സംവാദകനാണ്. അതായത് ഇദ്ദേഹം ഒരു ഓപ്പൺ കോൺവെർസേഷന്, തുറന്ന സംവാദത്തിന് എല്ലാവരെയും വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലാതെ ഇദ്ദേഹം ഇടതുപക്ഷം പറയുന്നത് പോലെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു വ്യക്തിയല്ല. അതായത് എല്ലാവരുമായി തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. അത് എല്ലായിടത്തും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയമായിരുന്നു അത്. ഇദ്ദേഹം പക്ഷേ തുറന്ന സംവാദത്തിന് തയ്യാറായിരുന്നു, ആരുമായിട്ടും തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം. ഇദ്ദേഹം ഇരിക്കുന്ന, അതായത് ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഈ സംഭവം നടന്ന ദിവസം അദ്ദേഹം ഇരിക്കുന്ന ഇതുണ്ട്, പന്തലുണ്ടായിരുന്നു. ആ പന്തലിൽ എഴുതിയിരുന്നത് പ്രൂവ് മീ റോങ് എന്നായിരുന്നു. അതായത് എന്നെ തെറ്റാണെന്ന് വാദിച്ച് തോൽപ്പിക്കാൻ കഴിയുന്ന ആർക്കും എന്നോട് സമ്മതിക്കാൻ വരാം. അത്തരത്തിലൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇത് ആർക്കും അദ്ദേഹം സംവാദത്തിന് തയ്യാറായിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു അന്ന് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ നടത്തിയിരുന്നത്. അതായത് അവിടുത്തെ വലതുപക്ഷം, അതായത് നമ്മൾ ഇവിടെ പറയുന്ന വലതുപക്ഷം ഇടതുപക്ഷം എന്നുള്ള രീതിയിലല്ല. അമേരിക്കയിൽ പൊതുവെ വലതുപക്ഷം മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഉള്ള ആ വലതിനകത്ത് തന്നെയുള്ള വലതും ഇടതുമാണ് റിപ്പബ്ലിക്കും ഡെമോക്രാറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ട്രംപിന്റെ പാർട്ടിയാണ് അവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്നത്. ബൈഡന്റെ പാർട്ടിയാണ് അവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതായത് കൺസർവേറ്റീവ്സ് എന്നാണ് അവിടുത്തെ വലതുപക്ഷത്തിനെ പറയുന്നത്. ഈ കൺസർവേറ്റീവ് ചിന്താഗതികളുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസർവേറ്റീവ് രാഷ്ട്രീയം പിന്തുടരുന്ന വ്യക്തികൾക്ക് അവിടുത്തെ കോളേജുകളിൽ എന്താ പറയുന്നത്, അവർ നേരിടുന്ന ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ അവർ നേരിടുന്ന പരിഹാസവും ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അമേരിക്കൻ കോളേജുകളിൽ വലിയ രീതിയിൽ ഇടതുപക്ഷം ആധിപത്യം വഹിക്കുന്ന കോളേജുകളാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഇവിടെ കൊച്ചി മഹാരാജാസ് കോളേജ് നമുക്കറിയാം. അവിടെ ഈ പറയുന്ന ട്രാൻസ് ആക്ടിവിസവും അത്തരത്തിലുള്ള ലെസ്ബിയൻ ആക്ടിവിസവും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷം. അത്തരത്തിൽ അമേരിക്കയുടെ എല്ലാ കോളേജുകളും അങ്ങനെ ഇടതുപക്ഷം കയ്യേറിയിരിക്കുന്ന ഒരു സമയത്ത് അവിടെ യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന ആളുകൾക്ക് ആ കോളേജിൽ പഠിക്കുക എന്നുള്ളത് ഒരു ദുഷിച്ച സ്വപ്നം തന്നെയാണ്. കാരണം അവിടെ അവർക്ക് ഓരോ ദിവസവും അവിടെ യാതനകൾ, അതായത് ഈ പറയുന്ന ഒറ്റപ്പെടൽ, പരിഹാസം, ഇതെല്ലാം സഹിച്ച് ഈ അമേരിക്കൻ കോളേജുകളിൽ പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് ചാർലി കിർക്കിന്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത്. ചാർലി കിർക്ക് 16 വയസ്സിലാണ് ഈ പറയുന്ന സംവാദങ്ങളിലേക്ക് വരുന്നത്. അന്ന് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സംവാദങ്ങൾ. ഏതാണ്ട് 21-22 വയസ്സിലാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇദ്ദേഹം ആരംഭിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പ്രധാനമായ ലക്ഷ്യം അമേരിക്കയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ, വലതുപക്ഷ രാഷ്ട്രീയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് പ്രാഥമികമായി അമേരിക്കക്കാർക്കുള്ളതാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് പോലെ ഇന്ത്യക്കാർക്കുള്ളതാണ്. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് ഫസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇന്ത്യക്കാർക്കുള്ളതാണ് ഇന്ത്യൻ. അതായത് ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന ബംഗ്ലാദേശിൽ, മ്യാൻമറിൽ നിന്നുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ, പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നുഴഞ്ഞു കയറിയിരിക്കുന്ന അവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ, അമേരിക്കയിലേക്ക് ഇനി ആർക്കും പ്രവേശനം അനധികൃതമായോ അല്ലാതെയോ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ചാർലി കിർക്ക്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പലരും ഇന്ത്യ വിരുദ്ധൻ എന്നൊക്കെ പറയുന്നത് തന്നെ. ഇതിൽ ഇന്ത്യ വിരുദ്ധതയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇതുവരെയുള്ള ഇന്ത്യക്കാർ ഇവിടെ ധാരാളമുണ്ട്, ഇനി ഇന്ത്യക്കാരെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ രാജ്യം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു.
നമുക്ക് ഇപ്പോഴുള്ള അത്രയും പോപ്പുലേഷൻ ഇവിടെ മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളും ഇത് തന്നെയാണല്ലോ ഇവിടെ CAA വഴി ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നമ്മളിവിടെ ചെയ്യുന്ന CAA പാകിസ്ഥാൻ വിരുദ്ധമാണോ ബംഗ്ലാദേശ് വിരുദ്ധമാണോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഉത്തരവില്ലല്ലോ. അത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത് ചെയ്യുന്നതാണ്. മറ്റൊരു രാജ്യത്തിന് വിരുദ്ധമാണെന്ന് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ തുറന്ന സംവാദങ്ങൾക്കും ഈ പറയുന്ന ട്രാൻസ്ജെൻഡറുകളെയും അവരുടെ ഇത്തരത്തിലുള്ള ഈ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങളായി LGBT ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കടുത്ത ഭാഷയിൽ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. അങ്ങനെ വിമർശിച്ചിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന് ഇദ്ദേഹം ഒരു നോട്ടപ്പുള്ളിയായി മാറി. അതുമാത്രമല്ല അവിടുത്തെ ഗൺ റൈറ്റ്സിന് വേണ്ടി, അതായത് തോക്ക് ഉപയോഗിക്കാനുള്ള ഒരു എന്താ പറയുക അവകാശത്തിന് വേണ്ടി ഇദ്ദേഹം വാദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംവാദത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നത് എന്നതാണ് വലതുപക്ഷത്തിൻ്റെ വാദം. എന്തു തന്നെ ആയാലും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ അവസ്ഥ വല്ലാത്ത രീതിയിൽ, അമേരിക്കയുടെ രാഷ്ട്രീയ അവസ്ഥ വല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് അവിടെ ഇടതുപക്ഷം തീവ്ര ഇടതുപക്ഷവും വലതുപക്ഷം തീവ്ര വലതുപക്ഷത്തിലേക്കും പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് അവിടെ ഒരു സർവേ നടത്തിയപ്പോൾ ചാർലി കിർക്കിൻ്റെ ഒറ്റ പ്രവർത്തനം കൊണ്ട് തന്നെ, ഈ അമേരിക്കൻ കോളേജുകളിലുള്ള ഈ നീണ്ട 6-7 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഈ കൺസർവേറ്റീവുകൾക്ക്, അതായത് യാഥാസ്ഥിതികമായിട്ടുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള ഒരു, അതായത് സമാധാനമായി പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അതായത് ഈ യാഥാസ്ഥിതിക രാഷ്ട്രീയം പിന്തുടരുന്ന ഇപ്പോഴുള്ള ചെറുപ്പക്കാരിൽ 60% പേരും കൺസർവേറ്റീവ്സ് ആണ്. അതായത് യാഥാസ്ഥിതിക ഈ വലതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കണക്കുണ്ട്, 2040 ഒരു കൺസർവേറ്റീവ്സിൻ്റെ അതായത് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തി വൻ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളത്. അത് ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തോടെ അത് ഇനിയും അതിൻ്റെ വേഗത വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇടതുപക്ഷത്തോടെ, അവിടുത്തെ ഇടതുപക്ഷത്തിനോട് വലിയൊരു എതിർപ്പ് ഇപ്പോൾ അവിടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. കാരണം ഈ ചാർലി കിർക്കിനെ കൊന്നത് ഒരു ഇടതുപക്ഷ ഒരു രാഷ്ട്രീയം പിന്തുടരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അറിയാൻ കഴിഞ്ഞത്, ടെയ്ലർ റോബിൻസൺ. അപ്പോൾ ഈ വെടിവെപ്പ് നടന്ന ദിവസം തന്നെ ജിമ്മി കിമ്മൽ ലൈവ് എന്ന് പറയുന്ന ഈ ഷോയിൽ ഈ ജിമ്മി കിമ്മൽ എന്ന് പറയുന്ന ആങ്കർ അദ്ദേഹം വന്നിരുന്ന് പറയുകയാണ്, ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു, കൊന്നത് അവരിൽ ഒരാൾ തന്നെയാണെന്ന്. അതായത് ഈ കൊന്ന ആൾ അവരിൽ ഒരാൾ തന്നെയാണെന്ന്, അതായത് ഈ കൺസർവേറ്റീവ് രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ജിമ്മി കിമ്മലിനെ കൊന്നത്, ചാർലി കിർക്കിനെ കൊന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രകോപനമായിട്ട് മാറി. കാരണം ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുമ്പോൾ വന്ന് ഇദ്ദേഹത്തിന് ആരാണ് കൊന്നത് അതിനുടനെ രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അതേസമയം വലതുപക്ഷം നമ്മളെന്തായാലും അന്വേഷണം നടക്കട്ടെ, ഈ കൊല്ലപ്പെട്ടത് എന്തായാലും എതിർ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളായിരിക്കും, എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ജിമ്മി കിമ്മൽ വന്ന് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനകളൊക്കെ ഇറക്കിയത്. എന്തായാലും അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ, അതായത് ഈ കൊന്നത് വലതുപക്ഷ പ്രവർത്തകൻ തന്നെയാണ്, അതുകൊണ്ട് ഈ കൊലപാതകം ന്യായീകരിക്കാൻ കഴിയുമോ എന്നാണ് തിരിച്ചവർ ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ ജിമ്മി കിമ്മലിൻ്റെ ഷോ തന്നെ ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല പരസ്യമായി ഒരുപാട് ടിക്ടോക്കിലും അല്ലാതെ പരസ്യമായി ഈ പറയുന്ന ട്വിറ്ററിലുമെല്ലാം ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തെ ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ കാണുന്ന ഒരവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവരെല്ലാം തന്നെ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ഫയർ ചെയ്ത് വിടുന്ന, അതായത് അവരെ പിരിച്ചുവിടുന്ന ഒരു കാഴ്ച കൂടെ കണ്ടു. അതായത് രാഷ്ട്രീയം എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരാളുടെ മരണം നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനായി, നിങ്ങൾക്ക് സ്വയം ഒരു മനുഷ്യനാണെന്ന് പറയാനുള്ള ഒരു യോഗ്യത ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ അവരെല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു കാഴ്ചയും നോക്കുന്നുണ്ട്. എന്തായാലും ലോകമെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ UK-യിലാണെങ്കിലും അവിടെ പ്രക്ഷോഭങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്, അവിടെ കുടിയേറ്റക്കാരെ പുറത്താക്കാനായിട്ട്. ഇന്ത്യയിലാണെങ്കിലും CAA പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ലോകമെമ്പാടും കാണുന്നത്. അപ്പോൾ ഈ ഫാസിസം എന്ന് പറയുന്നത് ഈ വലതുപക്ഷത്തിന് മാത്രം കുത്തകയല്ല, അത് ഇടതുപക്ഷത്തിനും ഫാസിസ്റ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ചാർലി കിർക്കിൻ്റെ അവസാന യാത്ര, അതായത് അന്ത്യയാത്രയ്ക്ക് പോലും അതിനെ തടഞ്ഞ് ആ ഒരു ജാഥയെ അതിന് നേരെ വെല്ലുവിളികളും ചീത്തവിളികളുമായി ഇടതുപക്ഷ പ്രവർത്തകർ വന്നിരുന്നു അമേരിക്കയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനാർക്കി അല്ലെങ്കിൽ അരാജക അവസ്ഥയിലേക്കാണ് അമേരിക്ക പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് മാത്രം വലതുപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല, ഇടതുപക്ഷത്തിനും ഫാസിസ്റ്റുകളാവും. നമ്മളത് റഷ്യയിലും മറ്റും പോളണ്ടിലും മറ്റും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണത്. എന്തായാലും ചൈനയിലും ഈ പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടം തന്നെയാണല്ലോ ഉള്ളത്, അതും അവിടെയും കമ്മ്യൂണിസം ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനും ഫാസിസം ആകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും അമേരിക്കയിലെ അവസ്ഥകൾ നോക്കുമ്പോൾ
ഇപ്പോൾ മനസ്സിലാവാൻ കഴിയുന്നത് അവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേറ്റുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ് കടന്നുകയറ്റം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് ട്രംപ് നേരിട്ട് അല്ല ഈ മാധ്യമങ്ങളെ വിലക്കുന്നത്, ഈ മാധ്യമങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുതലാളിമാരാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് മാധ്യമങ്ങൾക്ക് മേലുള്ള കോർപ്പറേറ്റ് കടന്നുകയറ്റമാണ്, അത് ജനാധിപത്യ രാജ്യങ്ങളെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞു വയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാധ്യമങ്ങൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള വിലക്കുകൾ നേരിടും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ NDTV ഇതുപോലെ വിലക്ക് നേരിട്ടിട്ടുണ്ട്. കാരണം ബോംബെ ആക്രമണം നടന്ന സമയത്ത് അവർ അത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതായിരുന്നു അവർക്ക് മേലുള്ള തെറ്റ്. അത് ഈ പ്രക്ഷേപണം ചെയ്തപ്പോൾ തീവ്രവാദികൾ ഈ പറയുന്ന ബിൽഡിങ്ങിനുള്ളിൽ തന്നെ, താജ് ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് തന്നെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടായിരുന്നു പട്ടാളക്കാർക്കെതിരെ വെടിയുതിർത്തത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു NDTVക്ക് ഇത് പറഞ്ഞ പോലെ വിലക്ക് നേരിട്ടത്. നമുക്കറിയാം കേരളത്തിലെ മീഡിയ വണ്ണും ഇതുപോലെ വിലക്കുകൾ പലവട്ടം നേരിട്ടിട്ടുണ്ട്. ഇതുപോലെ ഇത് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, നിരുത്തരവാദപരമായിട്ടുള്ള വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുവിട്ടതിനൊക്കെയായിരുന്നു വിലക്ക് നേരിട്ടത്. അപ്പോൾ മാധ്യമങ്ങൾ ഉത്തരവാദിത്തോടെ കൃത്യനിർവഹണം ചെയ്തില്ലെങ്കിൽ വിലക്ക് നേരിടും. അത് ഉടനെ രാഷ്ട്രീയപരമായ അതിനൊരു ആംഗിൾ കൊണ്ടുകൊടുത്ത് അത് ഭരണകൂടത്തിനെതിരേക്ക് തിരിക്കുന്നത് അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ട്രംപ് ഫാസിസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷെ വിമർശിക്കുന്നവർ ഫാസിസ്റ്റ് ആണോ ഇല്ലയോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്.